പോലും മധുരമാക്കുന്ന സംഗീത നിമിഷങ്ങളുമായി ഖയാലിൻ്റെ മറ്റൊരധ്യായം കൂടി. ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായി വന്നിരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ പ്രദീപ് സോമസുന്ദരം. പ്രദീപേട്ടാ, ഇന്ന് വീണ്ടും ഒരു മെഹദി ഹസൻ ഗസൽ പാടാമെന്നാണ് വിചാരിക്കണേ. മെഹദി ഹസൻ സാറിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ക്ലാസിക്കൽ ഗസൽസ് വളരെ വളരെ അതിൻ്റേതായിട്ടുള്ളൊരു ചിട്ടയിലാണ് പാടുക. പലപ്പോഴും ഒരുപാട് ഗസൽസ് അദ്ദേഹത്തിൻ്റെ രാഗ ബേസ്ഡ് ആയിട്ടാണ്. അപ്പം പലപ്പോഴും ആ രാഗത്തിൽ നിന്ന് ഡ്രാസ്റ്റിക് വേരിയേഷൻ ഇല്ലാതെ അതിനുള്ളിൽ തന്നെ ഒരുപാട് ആലാപ്സ് പാടിയിട്ടുണ്ട്. നല്ല ക്ലാസിക്കലി ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആലാപ്സ് അദ്ദേഹം പാടാറുണ്ട്. അതുമാതിരി നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, കാരണം അത് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇപ്പോൾ ആ രാഗമായാലും എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗസലുണ്ട്, ഭൂലി ബിസ്രി ചന്ദ്. അപ്പം അത് പാടാൻ ഒരു ലേസി മൂഡാണ് മൊത്തം. അതിനൊരു അപ്പോൾ ഒരു ലേസി മൂഡുള്ളൊരു ഗസലാണ്. ഒരുപാട് മീണ്ടുകൾ, ഗ്ലൈഡിങ് നോട്ട്സ് ഉള്ള ഒരു പാട്ട്. അപ്പോൾ ഇന്നത്തെ ഖയാലിൻ്റെ എപ്പിസോഡിൽ ഐ തിങ്ക് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് മെഹദി ഹസൻ സാബ് ഗസൽ. ഭൂലി बिसरी चंद उम्मीदे चंद फसाने याद आए, चंद फसाने याद आए, तुम याद आए और तुम्हारे साथ ज़माने ज़माने याद आए, भूली बिसरी चंद उम्मीदें. दिल का चमन, दिल का दिल का दिल का दिल का चमन शादाब था, फिर भी खाक से उड़ती रहती थी, खाक से
हंसने वालों से डरते थे निजर मामा रे मबनी रे मर जनि जर पमा रे निरसने रे हंसने वालों से डरते थे छुप छुप कर रो लेते थे छुप छुप कर रो लेते थे गहरी गहरी सोच में डूबी दो दीवाने याद आए दो दीवाने याद आए भूली बिसरी चंद उम्मीदें छंद फसाने याद आए तुम याद आए और तुम्हारे साथ जमाने याद आए साथ जमाने याद आए भूली बिसरी चंद उम्मीदें भूली बिसरी चंद उम्मीदें ഗായത്രി എന്തിനാണ് ചിരിക്കുന്ന? ഗംഭീരമായിട്ടാ പാട്ട്. ഞാൻ പറഞ്ഞ പേര് ഇപ്പൊ ഖയാൽ എനിക്ക് എല്ലാ ഗസൽസും ഇനോഗ്രേറ്റ് ചെയ്യാൻ ഒരു സ്ഥലമായി മാറി. അസലായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ആക്ച്വലി ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ എം വെരി ലക്കി ഇങ്ങനെ ഒരു ബാൻഡിൻ്റെ ഒപ്പം ഇത് പെർഫോം ചെയ്യാൻ പറ്റിയതിൽ. റിയലി റിയലി വെരി വെരി നോളജബിൾ പീപ്പിൾ. ഇതിൻ്റെ എല്ലാം സന്തൂർ പീസസ് I think we should mention especially about the santur because this technique is different from all the other santur players. He was explaining that to me. He was telling that he is not tuning the santur differently for each raga. He is keeping the same, isn't it? That's something amazing. I don't know if anybody does like that. It's very very difficult അങ്ങനെ വെച്ചിട്ട് അത് അങ്ങനെ പാടുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ടഫാണ്. അതിന് ഒരു ബിഗ് ബിഗ് ഹാൻഡ് ക്ലാപ്പ് ടു ഹിം. റോഹൻ. എക്സലന്റ് എക്സലന്റ്. ഗായു, ഈ പാട്ടിന്റെ മീനിങ് അറിയോ? ബേസിക്കലി ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ഇറ്റ് സ്പീക്സ് അബൌട്ട് ലവ് ആൻഡ് എന്താ പറയുക, അതിൻ്റെ പഴയ പ്രണയത്തിൻ്റെ ഓർമ്മകളും അതെ അതെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, സിമ്പിളാണ്. ഇനി പ്രതിഭേട്ടൻ എന്ന ഏത് പാട്ടാണ് പാടാനായിട്ട്? ഗസൽ ഗായകനല്ലെങ്കിലും എന്നാലും ഗസൽ ഗായകനല്ലെങ്കിലും ഗസലുകൾ ഒരുപാട് പാടിയ മുഹമ്മദ് റഫീ സാഹിബിനെ നമുക്കൊന്ന് ഓർക്കാൻ തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ഗസൽസ് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോൺ ഫിലിമി എന്നാണ് അന്ന് പറയുക, നോൺ ഫിലിമി ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റഫീ സാബും മദൻ മോഹൻ കോമ്പിനേഷനിലേക്ക് വരാം. ഒരുപാട് ഫിലിമി ഗസൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടിയിട്ട്. അതിലത്തെ എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരു പാട്ട് ഞാൻ പാടാം. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों
के सिवा दुनिया में रखा क्या है। ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले। तेरी आँखों के सिवा दुनिया में रखा क्या है। पलकों की गलियों में चेहरे बहारों के हंसते हुए है मेरे ख्वाबों के क्या क्या नगर इनमें बसते हुए। ओ पलकों की गलियों में चेहरे बहारों के हंसते हुए, ये उठे सुबह चले, ये झुके शाम ढले, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले। तेरी आँखों के सिवा दुनिया में रखा क्या है। मेरे आने वाले जमाने की तस्वीर है, चाहत के काजल से लिखी हुई मेरी तकदीर है। ओ इनमें मेरे आने वाले जमाने की तस्वीर है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले। तेरी आँखों के सिवा दुनिया में रखा क्या है। तेरी आँखों के सिवा दुनिया में रखा क्या है। ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले। तेरी आँखों के सिवा दुनिया में रखा क्या है। तेरी आँखों के सिवा दुनिया में रखा क्या है।
शाम कुछ अजीब थी, ये शाम भी अजीब है, वो कल भी पास पास थी, वो आज भी करीब है, वो शाम कुछ अजीब थी। तेरी आँखों के सिवा दुनिया में रखा क्या है। വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് ഫിലിം സോങ് ആണ്. പക്ഷെ അത് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ മദൻ മോഹൻജിയുടെ എല്ലാ കോമ്പോസിഷൻസും ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ളവർക്കേ പാടാൻ പറ്റുള്ളൂ. കാരണം അതിന് നല്ല ഫിറത്ത് വേണം, തൊണ്ടയിൽ ഫിറത്ത് എന്ന് പറയുന്നത് വെരി ക്ലാസിക്കൽ ബേസ് വേണം. എനിക്കൊന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കും ലതാജിയെ കൊണ്ട് എല്ലാം പാടിപ്പിച്ചും. കാരണം ലതാജിക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് പാട്ടുകൾ ആശാജിയും പാടിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഉണ്ട് സുമൻ കല്യാൺപൂർ എന്ന് പറഞ്ഞ സിംഗർ ഉണ്ട്. അതെ അതെ, അവരൊരു പാട്ട് മുझे ये फूल न दे लारी रे रे താരി തിരി താരി രെ രെ, വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ശരി. അത് വളർത്തനാരി തീരി ദാരീരി താരിരീരി തരാ തരാരീരി, ഇങ്ങനെ വരുന്ന വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനം രണ്ടുപേരും കൂടിയിട്ട് മുഹമ്മദ് റഫീ സാബും അതേപോലെ തന്നെ സുമൻ കല്യാൺപൂരും രണ്ടുപേരും കൂടി പാടിയിട്ടുണ്ട്. ഞാൻ പ്രതിഭനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ മേരി ആവാസ് സുനോ വിന്നർ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നും ലതാജിയെ നേരിട്ട് കാണണം എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അപ്പം നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം, മുമ്പിൽ പാടാനുള്ളൊരു ഭാഗ്യം, പ്രൈസ് വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം പ്രതിഭട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയൂ. അത് സംഭവിച്ചു എന്നുള്ളത് ഓർക്കുന്ന സമയത്ത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നൊരു സാധാരണ മലയാളി പാട്ടുകാരൻ. അവിടെ പോയ സമയത്ത് ആദ്യം ഇതിൻ്റെ പ്രിലിമിനറി ഇതായിരുന്നു, ഓഡീഷനായിരുന്നു. അപ്പോൾ ഓഡീഷന് വേണ്ടി എൻ്റെ മുമ്പിലിരിക്കുന്നത് രണ്ട് പ്രഗത്ഭരായിട്ടുള്ള എന്താ സംഗീതജ്ഞർ തന്നെയാണ്. ഒന്ന് മദൻ മോഹൻ്റെ ബേട്ട സഞ്ജീവ് കോഹ്ലി, പിന്നെയുള്ള പമില ചോപ്ര. ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങനെ ചില ആൾക്കാർ ഗുരുക്കന്മാരൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മാത്രം ആരും ഇല്ലാതെ അവിടെ ചെന്ന് അങ്ങനെ പാട്ട് പാടി ഭയങ്കര പേടിച്ചിട്ടാണ് പാടിയത്. ദില്ലേസ കിസീന മീര തോടാന്നുള്ള പാട്ട് പാടിയത്. ആ പാടി ശരിയായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ തിരിച്ചു പോവാം, നാളെ ട്രെയിൻ എടുത്ത് തിരിച്ച് പോവാം, ഫ്ലൈറ്റിലാണ് വന്നത്, തിരിച്ച് ട്രെയിനിൽ പോകാമെന്നുള്ള ഇതിൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ പോയി. അപ്പോൾ ഈവനിങ്ങിൽ ഒരു 7 o'clock കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഇങ്ങനെ വി വുഡ് ലൈക്ക് ടു കോൾ യു ബാക്ക്, മിലാജി വാണ്ട്സ് ടു ഹിയർ യു അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഓട്ടോ പിടിച്ച് അവിടെ വരെ പോയി. അപ്പോൾ എന്നോടൊന്നുകൂടി പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പേടിയെല്ലാം പോയി കംപ്ലീറ്റ് ആയിട്ട്. എന്തായാലും വരണോടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഇതിലായി. നത്തിങ് ടു ലൂസ് എന്നുള്ളൊരു ഫീലിംഗ് ആയി. അപ്പോൾ ഞാൻ പാടിയപ്പോൾ നേരത്തെ പാടിയേക്കാളൊക്കെ ഒരുപാട് നന്നായി. അപ്പോൾ അവർ ആകെ അത്ഭുതപ്പെട്ടു. യു ആർ ദി സെയിം പേഴ്സൺ ഹു സാങ് ബിഫോർ, വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഐ വാസ് അഫ്രെയ്ഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യു ആർ ഇൻ എന്ന് പറഞ്ഞു. അങ്ങനെ 16ാമത്തെ ആളായിട്ടാണ് ഞാൻ അതിൽ കയറുന്നത്. അങ്ങനെ ഐ വെന്റ് ഓൺ ടു ബിക്കേം ദ എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് വിന്നർ. ലതാജിയുടെ കയ്യിൽ നിന്ന് ലതാ മങ്കേഷ്കർ ട്രോഫി വാങ്ങിക്കാൻ പറ്റി. പിന്നെ അവർ നല്ല പ്രോത്സാഹനമായിരുന്നു. അവരെ പാട്ടുകളുടെ സെലക്ഷൻ സമയത്തും ഒക്കെ ദേ വർ എൻകറേജിങ് മീ ലോട്ട്. എല്ലാവരും എൻകറേജ് ചെയ്തിരുന്നു. യു ആർ വെരി വെരി ബ്ലെസ്ഡ് കയ്യൊപ്പുള്ളൊരു ട്രോഫി ഇരിക്കുന്നുണ്ട് കയ്യിൽ, മേരി ആവാസ് സുനുവിൻ്റെ. അതെ 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 അതെ. പ്രതിഭേട്ട മനോഹരമായ കുറച്ച് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു. അതുമാത്രമല്ല, യു റിയലി എൻലൈറ്റൻഡ് അസ് വിത്ത് യുവർ കോൺവെർസേഷൻ, വിത്ത് യുവർ നോളജ്. പല ഷായറുകളും ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇൻഡീഡ് ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലെഷർ ടു ഹാവ് യു ഇൻ ദിസ് ഷോ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പ്രതിഭേട്ടനെ കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ
അനുഗ്രഹിക്കണം, പിന്നെ ഹോൾ നല്ല ബാൻഡിനെ നല്ല പ്രോഗ്രാമാണ് അനുഗ്രഹിക്കണം. ഞാൻ കാണാറുണ്ട്. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും യൂട്യൂബിലെല്ലാം ഒന്നും മിസ് ചെയ്യാറില്ല. തുടങ്ങിയ പോലെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു മീഡിയ വൺ ആൻഡ് താങ്ക് യു ഗായു. താങ്ക് യു. ഖയാലിൻ്റെ മറ്റൊരു മ്യൂസിക്കൽ എപ്പിസോഡും ഇന്ന് അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും കാണാം പുതിയ സിംഗേഴ്സ്, പുതിയ പാട്ടുകളുമായി. ഗുഡ് നൈറ്റ്. वो शाम कुछ अजीब थी, ये शाम भी अजीब है, वो कल भी पास पास थी, वो आज भी करीब है.